ഹായ് ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിലുള്ള ജങ്ക് ഫയൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസിനെ ആശ്രയിക്കാറുണ്ട്. പലപ്പോഴും സി ക്ലീനർ പോലെയുള്ള. എന്നാൽ നമുക്ക് മറ്റ് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഇത്തരം ജങ്ക് ഫയൽസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജങ്ക് ഫയൽസ് ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ വിൻഡോസ് ബട്ടണും ഇംഗ്ലീഷ് ലെറ്റർ 6 കൂടി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ റൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ബോക്സ് കിട്ടും. അതിൽ നിങ്ങൾ ഫസ്റ്റ് റീസെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഫയൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റർ അടിക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കമാൻഡ് പ്രസ് ചെയ്യുക, ടെമ്പ്. ഓക്കെ പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അപ്പോൾ അത് ടിക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ശേഷം അടുത്ത കമാൻഡ് കൊടുക്കുക. അടുത്ത കമാൻഡ് ടെമ്പ് തന്നെയാണ്. ടെമ്പിൻ്റെ മുമ്പും ശേഷവും പെർസെൻറ്റേജ് സിമ്പൽ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇതും അതുപോലെ തന്നെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. ചില ഫയൽസ് നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കാരണം ആ ഫയൽസ് ഇപ്പോൾ കറൻ്റ് വിൻഡോസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക. ലാസ്റ്റ് കമാൻഡ് പ്രീഫെച്ച്. അതിനും നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം. അതിനുശേഷം അതും കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ജങ്ക് ഫയൽസും റിമൂവായി സിസ്റ്റം കുറച്ചും കൂടി സ്മൂത്ത് ആവും. അപ്പോൾ ഇതൊരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം കുറച്ചും കൂടി പെർഫോമൻസ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.